ഹായ്. ഇന്ന് ചക്കയലുവ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ചക്കയലുവ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്ക് ചട്ടി അടപ്പേ വെച്ച് കൊടുക്കാം. ചട്ടി അടപ്പേ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇനിയും കുറച്ച് നെയ്യ്, ഒരു 2-3 സ്പൂണ് നെയ്യ് നമുക്കൊഴിക്കാം. ഈ നെയ്യ് ഞാനിവിടെ വീട്ടിൽ പാലിൻ്റെ പാട എടുത്ത് വെച്ചിരുന്ന നെയ്യാക്കിയതാണ്. ഒരു 3 സ്പൂണ് നെയ്യോളം ഒഴിച്ചു. ഇതിലേക്ക് ഞാൻ ഒരു 1.5 കിലോ ചക്ക അരച്ച് വെച്ചതുണ്ട്, മിക്സിയിലിട്ട് അരച്ച് വെച്ചതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഇനി കൈവിടാതെ നന്നായി ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ വെള്ളം വറ്റുന്നതിനോടൊപ്പം തന്നെ വെള്ളം കുറച്ചൊന്ന് വറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിനകത്തേക്ക് ഒരു കിലോ ശർക്കരയാണ് പാനിയാക്കി വെച്ചിരുന്നത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇത് ഒഴിച്ച് നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം. അടിയിൽ കങ്ങുവോ ഒന്നും ചെയ്യരുത്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതെല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. കുറേ ശർക്കര വറ്റിയിട്ടുമുണ്ട്. ഇതിലേക്ക് ഇനിയും തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 മുറി തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. ഇത് ഇതിലേക്ക് കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് ഇതെല്ലായിടും ഒന്ന് മിക്സ് ആകും വരെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. കൈവിടാതെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ കങ്ങും. അപ്പോൾ ഇതിനി നമുക്ക് കൈവിടാതെ ഇളക്കി കൊടുക്കാം. ഇതെല്ലായിടും ഒന്ന് മിക്സ് ആയിട്ടുണ്ട്, ഏറെക്കുറെ പറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിനിടയ്ക്ക് ഞാൻ 2-3 പ്രാവശ്യം ഓരോ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതെനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് 3 സ്പൂൺ എള്ള്, കുറച്ച് അണ്ടിപ്പരിപ്പ്, അത് നമ്മുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ നെയ്യിൽ മൂപ്പിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തതാണ്. ഇതിനി നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇതിനിയും വറ്റി റെഡിയാകാനുണ്ട്. അപ്പം ഇനി ഇളക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കട്ടിയായി വരും തോറും നമ്മൾ ബലമായിട്ട് തന്നെ ഇത് ഇളക്കി കൊടുക്കണം. അപ്പം ഇതിനി ഇങ്ങനെ ഇളക്കി കുറച്ചുകൂടി ഒന്ന് വറ്റി വരും വരെ വെയിറ്റ് ചെയ്യുക. നമ്മുടെ ചക്കയലുവ ഇപ്പം ഏകദേശം എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇതിലേക്ക് ഞാൻ പല പ്രാവശ്യമായിട്ട് ഒരു 250 ഗ്രാം നെയ്യോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പാകമാകാനായിട്ട് ഒരു 1.5 മണിക്കൂറോളം എടുത്തിട്ടുണ്ട്. വിറകടുപ്പിലായതുകൊണ്ടാണ് ഇത് ഇത്രയെങ്കിൽ പെട്ടെന്ന് പാകമായി കിട്ടിയത്. ഇതിൽ നിന്ന് നെയ്യ് സെപ്പറേറ്റ് ആയിട്ട് വിട്ടു വരികയും ഉരുളിയിൽ നിന്ന് അലുവ വേറിട്ട് വരികയും ചെയ്യുമ്പോൾ നമുക്ക് ഇത് പാകമായി എന്ന് മനസ്സിലാക്കാം. ഇത് ഞാൻ വേറൊരു പാത്രത്തിൽ നെയ്യ് തടകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി ഇത് കോരിയിട്ട് കൊടുക്കാം. ഇതെല്ലാം ആ പാത്രത്തിലേക്ക് കോരി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. ആ സ്പൂൺ കൊണ്ട് തന്നെ നമുക്കിതൊന്ന് മേൽവശം ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം. എങ്കിലേ ഇത് മുറിക്കാൻ എടുക്കുമ്പോൾ നല്ല സെറ്റായിട്ട് ഇരിക്കത്തുള്ളൂ. ഇതിപ്പോൾ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് ഒരു 8 മണിക്കൂറോളം ഏകദേശം ഞാൻ വെളിയിൽ വെച്ചിരുന്നതാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നെയ്യൊക്കെ ചേർത്ത് ഉണ്ടാക്കിയത് കൊണ്ട് വളരെ നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുകയും അഭിപ്രായം പറയുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം.